മിനിസ്റ്റർ, ഇതൊരു സമാന്തര ഉദ്ഘാടന പരിപാടിയാണ്, പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ. അല്ല, ഉദ്ഘാടനം എന്നല്ല, ഉദ്ഘാടനം പ്രധാനമന്ത്രി ചെയ്യട്ടെ. ഈ റോഡ് ഇങ്ങനെ ആവുന്നതിന് LDF സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതിന് ഇടപെട്ട എല്ലാവരും ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയാണ്. ഉദ്ഘാടനം പ്രധാനമന്ത്രി ചെയ്യട്ടെ. ഈ അവിടെ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതിഷേധം ഉണ്ടല്ലോ അതിനകത്ത്. ആ പ്രതിഷേധത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട്? ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണോ? അല്ല, ഈ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരും ചേർന്നാണ് ഉദ്ഘാടനം. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തത് LDF സർക്കാരാണ്. LDF സർക്കാരിൻ്റെ ഭരണം 2016 വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ LDF സർക്കാരിനെ ഒഴിവാക്കുന്നു. പകരം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചിരുത്തുന്നു. ഇതെന്ത് രീതിയാണ്? ഈ രീതി ശരിയാണോ? സ്വാഭാവിക തുടക്കത്തിലൊക്കെ കേന്ദ്ര സർക്കാർ ജനങ്ങൾ പ്രതികരിക്കും. ജനങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ, ഈ റോഡ് ഇങ്ങനെയാക്കി മാറ്റി തീർക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. നോഡൽ ഏജൻസി തന്നെ പൊതുമരാമത്ത് വകുപ്പായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ന്യായമായും അർഹമായും നിലകൊള്ളേണ്ടവരെ തള്ളി മാറ്റി സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ വെങ്ങളം വരെയാണ് യാത്ര. അതെ, വെങ്ങളം വരെയാണ് യാത്ര. ഈ LDF ഗവൺമെൻറ് അല്ല കേരളത്തിൽ ഭരണത്തിൽ വന്നത് എന്ന് നിങ്ങൾ എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ ഈ പദ്ധതിയുടെ സ്ഥിതി? ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഈ പദ്ധതിക്ക് ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ചു 5600 കോടി. പിന്നീട് അത് കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തിയപ്പോൾ 12000 കോടിയായി. ഇതൊക്കെ ഒരു ഉദ്ഘാടനത്തിന് അങ്ങോട്ട് ഉന്തി തള്ളിയിട്ടാൽ മറക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെ പോസ്റ്റർ പതിഞ്ഞതുപോലെ LDF സർക്കാരിൻ്റെ കഠിനാധ്വാനം പതിഞ്ഞു കഴിഞ്ഞതാണ്. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പാതയിലൂടെ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യും. ഈ പാത മുടങ്ങിക്കിടന്ന സമയത്ത് ഈ ഗവൺമെൻറ് 2021 മെയ് 20 വന്നപ്പോൾ ഇതിലൂടെ ഒരുപാട് വെയിലും മഴയും കൊണ്ട് യാത്ര ചെയ്താണ് ഞങ്ങളെല്ലാവരും. അങ്ങനെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കി ഇടപെട്ടത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഈ പാതയിലൂടെ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യും. ഉദ്ഘാടനമൊക്കെ അവിടെ നടന്നോട്ടെ.